സഭാ അസംബ്ലിയുടെ ദിവസങ്ങളിൽ വലിയ അനിശ്ചിതകാല സമരങ്ങളും പ്രക്ഷോഭങ്ങളും വരെ പ്രതീക്ഷിച്ചു. ഭയന്ന് പോലീസ് സംരക്ഷണം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മെത്രാൻ നേതൃത്വം വലിയ സന്തോഷത്തിലായി. പോലീസിനെ പിൻവലിച്ചു. സഭാ നേതൃത്വം സിനഡിന് മുമ്പ് തന്നെ വിമത വിഭാഗവുമായി ധാരണയുണ്ടായി എന്നറിയാൻ കഴിഞ്ഞു. അവർ ഒരക്ഷരം പോലും സഭാ നേതൃത്വത്തിനെതിരെ മിണ്ടിയില്ല. വിമതർക്ക് സഭാ നേതൃത്വത്തിന് മൗന അനുവാദത്തോടെ അസംബ്ലിയിൽ ആലഞ്ചേരി പിതാവിനെ ആക്ഷേപിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത് വിമതപക്ഷത്തെ സന്തോഷിപ്പിച്ചു. വലിയ വിവാദമായ എറണാകുളത്തെ തർക്കം തട്ടിപ്പ് സമവായമുണ്ടാക്കി ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണമെന്ന രീതിയിൽ കിട്ടുന്ന വിവരമനുസരിച്ച് മിക്കവാറും എല്ലാ അച്ഛന്മാരും ഒരു കുർബാന അർപ്പിച്ചു എന്ന് രേഖാമൂലം എഴുതി കൊടുത്തു. അതോടെ ശിക്ഷാ നടപടികൾ ഒഴിവായി കിട്ടി. ചുരുക്കത്തിൽ ചില പുതിയ മെത്രാന്മാരെ നിയമിക്കും. സിനഡാനന്തര സർക്കുലർ പിന്നീട് ഇറങ്ങും. കാര്യങ്ങൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഒരു കാര്യം പറയാതെ വയ്യ. സഭാ നേതൃത്വം, പ്രത്യേകിച്ച് സഭാ ആസ്ഥാനത്തുള്ള കൂരിയ അംഗങ്ങളിൽ ചിലരുൾപ്പെടെ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്ത്രങ്ങൾ മെനഞ്ഞു ചെയ്തു. വിമതപക്ഷത്തെ ചേർത്ത് നിർത്തി സഭാനുകൂല സംഘടനകൾ ഗ്രൂപ്പുകളിൽ നിന്നും കാര്യങ്ങൾ അറിയുന്നതിനായി ചാരന്മാരെ നിയോഗിച്ചു. ചില ഗ്രൂപ്പുകൾ, വ്യക്തികൾ അവർക്ക് വേണ്ടി ഒറ്റുവേഷം കെട്ടി പ്രവർത്തിച്ചു. എന്തായാലും സിനഡ് അസംബ്ലി ഉൾപ്പെടെ ഭംഗിയായി അവസാനിച്ചു. ഇനിയുള്ളത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രം. പുതിയ മേജർ അതിരൂപത, കൊടുങ്ങല്ലൂർ മാർത്തോമ പള്ളി കത്തീഡ്രൽ ഉൾപ്പെടെ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോഴത്തെ സഹായ മെത്രാൻമാർ തോമസ് തറയിൽ ആർച്ച് ബിഷപ്പ് ആകുന്നതുൾപ്പെടെ ഉള്ള മെത്രാൻമാർ. പലതട്ടിൽ നിൽക്കുന്ന സഭാവിശ്വാസികൾക്ക് നീതി ഇനിയൊരു സ്വപ്നം മാത്രമായിരിക്കും.